പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 4ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. മാത്രമല്ല ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച കൂടിയാണ്. തിങ്കളാഴ്ച ദിവസത്തിനും ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് കിടക്കുന്നില്ല. അല്ലാഹു തആല ഈ ഒരു ദിവസം നമുക്ക് എല്ലാവിധ ഖൈറിൻ്റെയും സലാമത്തിൻ്റെയും ദിവസമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണപ്പോൾ മുത്തായ ഹബീബ് ജനിച്ച സമയത്തുണ്ടായ ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ? ഇൻഷാ അല്ലാഹ് നമുക്കത് കേട്ട് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ട്. വെറുതെ കേട്ടുപോവലല്ല, അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണാൻ ആരും മറന്നു പോവണ്ട. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മൾ എല്ലാവരും ഒരുപാട് സ്വലാത്ത് പറയുന്നു, ഒരുപാട് തസ്ബീഹുകൾ പറയുന്നു, മൗലിദിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ മഗ്‌രിബിന് ശേഷമുള്ള മൗലിദിൻ്റെ സദസ്സിൽ ഒരുപാട് പേര്, ആയിരക്കണക്കിന് 2000കണക്കിന് ആളുകളാണ് കമൻറ്റ് ദുആ വസിയത്ത് തന്നെ പറയുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു സൂറത്ത് പഠിക്കാം. വിശുദ്ധമായ ഖുർആനിലെ ഒരു കുഞ്ഞൻ സൂറത്താണ്. ഈ സൂറത്ത് ഓതിയാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ടാകും, നബി തങ്ങൾക്ക് നമ്മളോട് നല്ല ബന്ധമുണ്ടാകും. മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ മാസം ഇനി കുറച്ച് ദിവസങ്ങളാണല്ലോ ഉള്ളത്, റബീഉൽ അവ്വൽ 12ലേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ, ഈ സൂറത്ത് ഓതൽ നിത്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം അമ്പരപ്പിക്കുന്നതാണ്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ റബ്ബ് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് ആ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ സദസ്സിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. അതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ചൊരു സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാതിമ ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച പകലിന്റെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറും സലാമത്തും നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണപ്പോൾ എന്തൊക്കെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ ചെറുപ്പത്തിലെ മദ്രസയിലൊക്കെ പഠിച്ചവരാണ്. സാവാ തടാകം വറ്റിവരണ്ടു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന 1000ഓളം വർഷങ്ങൾ കെടാതെ സൂക്ഷിച്ച് ആരാധിച്ചിരുന്ന തീയ് കെട്ടുപോയി. അതുപോലെ തന്നെ ബിംബങ്ങളൊക്കെ തലകീഴായി വീണു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്കതിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മളെല്ലാവരും മങ്കൂസ് മൗലിദ് അൽഹംദുലില്ലാഹ് ഓതുന്നവരാണ്. മങ്കൂസ് മൗലിദ് മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ ഭൂരിഭാഗം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് 2ാമത്തെ ഹിക്കായത്ത്, മങ്കൂസ് മൗലിദിൻ്റെ 2ാമത്തെ ഹിക്കായത്തും അതിൻ്റെ ബൈത്തും എടുത്ത് നമ്മൾ നോക്കിയാൽ അതിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗവും എന്നല്ല മുഴുവനായും അത് പറയുന്നത്.
റവാ കഅബുൽ അഖ്ബാരി റളിയല്ലാഹു തആല അൻഹു ലമ്മാ അറാദല്ലാഹു തആല ഇൽഹാറൻ നൂരിൽ മഖ്സൂനി വ ഇബ്റാസൽ ജൗഹരിൽ മഖ്നൂനി മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന എന്ന് തുടങ്ങുന്ന ആ ഒരു ഹിക്കായത്ത്, അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. മഹാനായ കഅബുൽ അഖ്ബാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റസൂലാകുന്ന മുത്ത് ഹബീബിൻ്റെ വാപ്പയും ഉമ്മയും അബ്ദുള്ള തങ്ങളാകുന്ന വാപ്പ, ആമിന ബീവിയാകുന്ന ഉമ്മ, ആമിന ബീവിയാകുന്ന ഉമ്മയും അബ്ദുള്ള റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും പരസ്പരം ചേരാൻ ഉദ്ദേശിച്ചു. എപ്പോഴാണത്? പരിശുദ്ധമായ ഒരു റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു. അങ്ങനെ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രഭയെ ഇട്ടുകൊടുക്കുകയാണ്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജനനം നൽകാൻ ആമിന ബീവിയുടെ ആ വയറിനെ അല്ലാഹു തആല പാകപ്പെടുത്തുകയായിരുന്നു. റജബ് മാസത്തിലാണ് ആമിന ബീബി ഗർഭിണിയാകുന്നത്. അങ്ങനെ റജബ് മാസം കഴിഞ്ഞു. റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, 9 മാസം. അപ്പോൾ 9 മാസക്കാലം അല്ലാഹുവേ വല്ലാത്ത അനുഭവമാണ് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ആമിന ബീബി ഗർഭിണിയാകുന്നത്. ആ സമയത്ത് റിദ്വാൻ എന്ന മലക്കിനോട് അല്ലാഹു പറയുകയാണ്, റിദ്വാനേ, എൻ്റെ ഹബീബ് ഭൂമി ലോകത്തേക്ക് ഇതാ വരാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വർഗത്ത് നീയൊന്ന് അലങ്കരിക്കണേ. സ്വർഗം അലങ്കരിക്കപ്പെട്ടു. സ്വർഗീയ ബാലന്മാരും സ്വർഗീയ കന്യകകളും അവരൊക്കെ അഴകുള്ളവരും സൗന്ദര്യമുള്ളവരുമായി. സന്തോഷ വാർത്ത, ആ ഒരു മുത്തായ ഹബീബ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത സ്വർഗലോകമാസകലം ഇങ്ങനെ പരക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആകാശഭൂമികൾ വലിയ സന്തോഷത്തിലാണ്. പിന്നെയോ അതിങ്ങനെ ആ ഹിക്കായത്ത് ഇങ്ങനെ ഓതി വലമ്മന്തഖല നൂറു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബ്ശാറാ വസാദൽ കുർസിയു ഹൈബതൻ വവഖാറാ. അതായത് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ആമിന ബീവി ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് റബ്ബേ അർശ് പുളകം കൊള്ളുകയാണ്. അതുപോലെ അല്ലാഹുവിൻ്റെ കുർസി ഗാംഭീര്യമുള്ളതാവുകയാണ്. ആകാശം പ്രകാശമുള്ളതാവുകയാണ്. മലക്കുകൾ ഇങ്ങനെ സന്തോഷിക്കുകയാണ്. പാപമോചനത്തിൻ്റെ ശബ്ദങ്ങളാൽ അന്തരീക്ഷം ഇത് പ്രക്ഷുബ്ധമാവുകയാണ്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ആദ്യത്തെ 4 മാസങ്ങൾ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് സന്തോഷ വാർത്ത പറയും. ആമിന, നിന്റെ വയറ്റിൻ്റെ ഉള്ളിലുള്ളത് ലോകം അറിയപ്പെടുന്ന കുട്ടിയാണ്. നീ സമാധാനത്തിലേക്ക് ഇങ്ങനെ ആശ്വാസ വാക്കുകൾ ഇങ്ങനെ പറയുമായിരുന്നു. എന്നിട്ടോ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മലക്കുകൾ ഇങ്ങനെ വന്ന് എൻ്റെ ആദ്യത്തെ മാസങ്ങളിൽ ഇങ്ങനെ പറയുമായിരുന്നു, ആമിന, നിങ്ങൾ അഴുക്കിൽ നിന്നും വൃത്തികേടിൽ നിന്നും ശുദ്ധനായ ഒരു കുഞ്ഞിനെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. മലക്കുകൾ ഇങ്ങനെ സന്തോഷ വാർത്ത പറയുകയാണ്. പിന്നെയോ ശവ്വാൽ മാസമായപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബി പറയുകയാണ്, ആമിന, പ്രകാശത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രവാചകനാണ് നിന്റെ വയറ്റിലുള്ളത്. പിന്നെയോ ദുൽഹിജ്ജ മാസത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഇങ്ങനെ സന്തോഷ വാർത്ത പറയുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് സന്തോഷ വാർത്ത പറയുന്നു. ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ മാറി മാറി വന്ന് ആമിന ബീവിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്നത്. അല്ലാഹുവേ, ആ പ്രസവത്തിന്റെ സമയത്തുണ്ടായ അനുഭവങ്ങൾ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഉമ്മമാരെ, നിങ്ങളുമൊക്കെ ഗർഭിണികളായിരുന്നല്ലോ, നിങ്ങളൊക്കെ പ്രസവിച്ചിട്ടുണ്ടല്ലോ, എത്രമാത്രം പ്രസവ വേദനയാണ് നിങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? നമുക്ക് വിശദീകരിക്കാൻ പറ്റൂല. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വേദനയായിരിക്കും അത്. അതാണ് ഒരു ഉമ്മക്കുള്ള വലിയ മഹത്വം. അതാണ് അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. എന്നാൽ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഒരു വേദനയും അല്ലാഹു തആല കൊടുത്തില്ല. കാരണം അല്ലാഹുവിൻ്റെ ഹബീബാകുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ ആ നബിതങ്ങൾ വന്നതുകൊണ്ട് ആരും
വിഷമിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഉമ്മ വിഷമിക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, ഒരു പക്ഷി വന്നിട്ട് ആമിന ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ഉദരത്തിൽ അതിന്റെ ചിറകുകൊണ്ട് സ്പർശിച്ചു എന്നാണ്. ഉടൻ തന്നെ മഹദി അവർക്ക് പ്രസവ വേദന ഉണ്ടാവുകയും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവായിരുന്നു. അന്ന് പ്രഭാതത്തോടെ, അതായത് സുബഹിക്ക് അടുത്ത സമയമായപ്പോൾ മഹദിയായ ആമിന ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, വല്ലാത്തൊരു സംഭവമാണത്, വല്ലാത്തൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് ആകുന്ന വല്ലുപ്പ ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വാരിയെടുത്തിട്ട് ചുംബനങ്ങൾ നൽകുകയാ. എന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ മകനെ, എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ പേര് വെക്കുന്നത് സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ മുഹമ്മദ് എന്ന പേരാണ് വെച്ചത്, മുഹമ്മദ് എന്ന പേരാണ് ഞാൻ വെക്കുന്നത്, എൻ്റെ കുഞ്ഞുമോന് മുഹമ്മദ് എന്ന പേരാ വെക്കുന്നത്. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ലിമ റഗിത അൻ അസ്മായി ആബായിക, എന്താണ് പുതിയൊരു പേര്, നമ്മുടെ പ്രപിതാക്കന്മാർ ആരും ഇടാത്തൊരു പുതിയ പേരാണല്ലോ മുഹമ്മദ് എന്ന പേര്, എന്തിനാണ് ആ പേരിടുന്നത്? ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, എൻ്റെ ഈ കുഞ്ഞുമോൻ ലോകം മുഴുവനും അറിയപ്പെടണം, ലോകം മുഴുവനും വാഴ്ത്തണം, പുകഴ്ത്തണം, അതിനാണ് ഞാൻ മുഹമ്മദ് എന്ന പേരിട്ടതെന്ന് അബ്ദുൽ മുത്തലിബ് പറയുകയാ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, ആ നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾക്ക് വലിയ മഹത്വം ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ, നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, എനിക്ക് വയസ്സ് എത്രയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട്. 70,000 വർഷത്തിൽ ഒരു പ്രാവശ്യമേ ആ നക്ഷത്രം ഉണ്ടാകൂ. ആ ഒരു നക്ഷത്രത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് 70,000 വട്ടം കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രമാത്രം വലിയ വയസ്സുണ്ട് ആർക്ക്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു പ്രകാശത്തെ കാണുന്നില്ലേ, ആ പ്രകാശം ഹാദാ നൂറും മിൻ നൂരി, അതെൻ്റെ പ്രകാശമാണ് ജിബ്രീലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ മങ്കൂസ് മൗലിദിന്റെ രണ്ടാമത്തെ ഹിക്കായത്ത്, ആ ഹിക്കായത്തിൽ പറയുന്നത് ആമിന ബീവിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് മഹദി അവர்கள் ഗർഭം ചുമന്ന സമയത്ത് മലക്കുകൾ വന്ന് ഇങ്ങനെ ആശീർവദിക്കുകയാണ്. പ്രവാചകന്മാർ സ്വപ്നത്തിൽ വന്ന്, അതുപോലെ തന്നെ സ്വർഗത്തിലെ ഹുറലിങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ആശ്വാസ വാക്കുകൾ നബിതങ്ങളുടെ ഉമ്മക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. യാ റബ്ബി സ്വല്ലി അലന്നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. എന്താ അതിൻ്റെ അർത്ഥം? നാളെ ജഹന്നം എന്ന് പറയുന്ന നരകത്തിൽ നിന്നും സൃഷ്ടികളെ രക്ഷിക്കുന്ന മുത്തുനബിയേ, അല്ലാഹുവേ, ഈ മുത്തുനബിക്ക് നീ നന്മ ചൊരിയണേ അല്ലാ എന്നാണ് ആ ഒരു ബൈത്തിന്റെ അർത്ഥം. എന്നിട്ട് പറയുന്നു, വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവക്കദു. അല്ലാഹുവിൽ കീഴൊതുങ്ങുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന നേതാവായ സ്നേഹനിധിയായ മുത്തുനബിയേ, താങ്കളുടെ കവിൽ തടങ്ങളിൽ പ്രകാശം തത്തിക്കളിക്കുന്നവനായിട്ടാണല്ലോ താങ്കൾ ഭൂജാതനായത്. മുത്തുറസൂൽ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ തന്നെ നബി തങ്ങളുടെ കവിളുകൾ നോക്കിയിട്ട് ആ ജനങ്ങൾ പറയാൻ തുടങ്ങി, എന്ത്, ഈ കുട്ടി നല്ലൊരു കുട്ടിയാണ്, സാധാരണ നമ്മുടെ മക്കൾ ജനിക്കുന്നത് പോലെയല്ല ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്, ഇത് വല്ലാത്ത പ്രകാശമുള്ള കുട്ടിയാണല്ലോ. ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങൾ ഇതാ പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഴകിനെ പുകഴ്ത്തിക്കൊണ്ട് ജിബ്രീൽ തന്നെ പറയുന്നു, ഇത് പ്രകാശമാണ്, ഇത് അഹ്മദ് നബിയാണ്, ഇത് പ്രകാശത്തിന്റെ നബിയാണ്. ഹാദാ കഹീലു തുർഫി ഹാദൽ മുസ്തഫ ഹാദാ ജസീലുൽ വസ്ഫി ഹാദ സയ്യിദു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നബി തങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ സൂറുമ എഴുതിയതുപോലെ ഉണ്ടായിരുന്നു. സൂറുമ എഴുതപ്പെട്ടവരായിട്ടാണ് നബി തങ്ങൾ ജനിച്ചത്. മാത്രമല്ല, ചേലാഗ്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് മുത്തായ ഹബീബ് ജനിച്ചത്. അല്ലാഹുവേ, എത്രയോ
എത്രയോ പ്രത്യേകതകളാണ്. ഹദാ ജമീലുൻ അഅ്തിഹാദൽ മുർതദാ ഹദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദൂ. നബിതങ്ങളുടെ മുഖം കണ്ടാൽ എത്ര വലിയ ദുഃഖമുള്ളവരുടെയും ദുഃഖം മാറുമായിരുന്നു, ജനങ്ങളുടെ ഹൃദയത്തിൽ സംതൃപ്തി ഉണ്ടാകുമായിരുന്നു. അതല്ലദീ ഖുലിഅത് അലൈഹി മലാബിസു വനഫായിസു ഫനദീറുഹു ലാ യൂജദു. അല്ലാഹുവിൻ്റെ നബിയേ, എല്ലാവിധത്തുള്ള സ്ഥാന വസ്ത്രങ്ങളും രത്നങ്ങളും അണിയിക്കപ്പെട്ടവരായിട്ടാണല്ലോ അല്ലാഹുവിൻ്റെ നബിയെ താങ്കൾ ജനിച്ചത്. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം ആ നാട്ടിൽ അന്ന് ജനിക്കുന്ന കുട്ടികൾ അവർക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ പ്രത്യേകതകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആമിന ബീവിക്ക് ഗർഭസമയത്ത് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല, അതുപോലെ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കുട്ടിയാണെങ്കിലോ ജനിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത കരച്ചിൽ, അതൊന്നുമില്ല. ഒരു എന്താ പറയാ, എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്ന, ആ കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്ന ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നെയോ ബുശ്റാലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അലീമുൽ അസിയദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖം, നബി തങ്ങളുടെ ആ സൗന്ദര്യമാർന്ന മുഖം, അത് കാണാൻ പറ്റുന്നവർക്ക് അത് വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു പ്രൗഢിയാൻ, വല്ലാത്തൊരു ഉന്നതിയാൻ. അല്ലാഹുവിൻ്റെ നബിയെ വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടും അതുപോലെ തന്നെ സുറുമയിടപ്പെട്ടവരായിട്ടും ഒക്കെയാണ് മഹദിയായ ആമിന ബീവി നബിതങ്ങളെ പ്രസവിച്ചത്. സ്വല്ലാ അലൈകല്ലാഹു യാ അലമൽ ഹുദാ മാനാഹ ത്വയ്റുൻ ഫിൽ ഗുസൂനി യുഗർരിദു. മങ്കൂസ് മൗലിദിന്റെ രണ്ടാമത്തെ ആ ബൈത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോഴുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. പക്ഷികൾ മരച്ചില്ലകളിൽ ഇരുന്നിട്ട് ആലപിക്കുന്ന കാലങ്ങളിലെല്ലാം, അതായത് ഈ ലോകം അവസാനിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ നബിയെ താങ്കളുടെ പേരിൽ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. ഇതാണ് പ്രബലമായ അഭിപ്രായം. റബീഉൽ അവ്വൽ 12-നാണ്, അതും സുബഹിയോടടുത്ത സമയത്തായിരുന്നു. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, ആ ജനനം നടന്ന ഈ മാസത്തിന് വലിയ പവിത്രതയുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലമുണ്ട്. ഇന്ന് നമുക്ക് മക്കയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, മക്കയിൽ പരിശുദ്ധമായ കഅബയുടെ ഏതാനും മീറ്ററുകൾ അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സ്ഥലം ഇന്നൊരു വലിയ ലൈബ്രറി പോലെ അവരാക്കിയിരിക്കുന്നു. അതിലേക്ക് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശനം താൽക്കാലികമായിട്ടൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്തിന് ആ സ്ഥലത്ത് വെച്ച് ദുആ പ്രത്യേകമായി ഉത്തരം കിട്ടും. അവിടെ സിയാറത്ത് ചെയ്തിരുന്ന സ്ഥലമാണെന്നും വിശുദ്ധമായ റബീഉൽ അവ്വൽ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവിടെ വിപുലമായ സ്നേഹപ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു എന്ന് മഹാനായ ഇമാം ഖുതുബുദ്ദീനുൽ ഹനഫി തങ്ങൾ തൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറി തിങ്ങി അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഭയപ്പെട്ടത് കൊണ്ട് ഇന്ന് സൗദി ഭരണകൂടം അതൊക്കെ ഇപ്പോൾ താൽക്കാലികമായി അവിടെ അങ്ങോട്ട് കടക്കൽ താൽക്കാലികമായി അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മഹത്വമുണ്ട്. ആ ജനിച്ച സ്ഥലത്തിനും സമയത്തിനും എല്ലാത്തിനും വലിയ പ്രത്യേകതയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുത സംഭവങ്ങൾ. ഉസ്മാൻ ബിൻ ഹുവൈരിസി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ കൂട്ടാളികളും വർഷത്തിലൊരിക്കൽ അവരുടെ ബിംബങ്ങൾ, അവരുടെ ദൈവങ്ങൾ, ബിംബങ്ങൾ, കല്ലുകൊണ്ടുണ്ടാക്കിയ മരം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ, അവരൊക്കെ ആ ബിംബങ്ങളുടെയൊക്കെ അടുത്ത് വെച്ച് ഒരുപാട് മദ്യപിക്കുകയും പാട്ടൊക്കെ പാടി ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ അവർ നോക്കുന്ന സമയത്ത് അവരുടെ ബിംബങ്ങളൊക്കെ തലകുത്തി കിടക്കുന്നു, തലകീഴായി കിടക്കുന്നു, നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്നു. അതെന്താണെന്ന് അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഒരു കുട്ടി ജനിച്ചപ്പോഴുണ്ടായ ഒരു പ്രത്യേകതയാണിത്. അതുപോലെ തന്നെ കിസ്റ രാജാവിൻ്റെ കൊട്ടാരം പ്രകമ്പനം കൊണ്ടുവന്നാണ്. ആ പ്രകമ്പനം കൊള്ളുക മാത്രമല്ല 14 കഷ്ണങ്ങളായി ആ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും താഴേക്ക് വീണു എന്നും നമുക്ക് ഫത്തുഹുൽ ബാരിയിൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം. പിന്നെയോ അതുപോലെ പേർഷ്യയിൽ ജനങ്ങൾ 1000-ഓളം വർഷം തീ കത്തിച്ച് ആരാധിച്ചിരുന്ന ആ തീ വേഗത്തിൽ കെട്ടുപോയി എന്നും അതുപോലെ സാവാ തടാകം വറ്റി വരണ്ടു പോയി എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
പ്രസവിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അതാ മലക്കുകൾ വരികയാണ്, സ്വർഗത്തിലെ ഹൂറിലീങ്ങൾ വരികയാണ്, ആകാശലോകത്ത് നിന്നും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അതാ സന്തോഷ വാർത്തകൾ പറയുകയാണ്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സ്നേഹവാക്കുകൾ പറഞ്ഞിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചത്. അല്ലാഹുവേ, ആമിന ബീവി എത്രയോ ഭാഗ്യവതിയാണ്, അബ്ദുല്ലാ തങ്ങൾ എത്രയോ ഭാഗ്യവതിയാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും പറ്റി നാളെ നമുക്കൊന്ന് പഠിക്കാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി, വാപ്പ അബ്ദുല്ലാ തങ്ങൾ, അവരെ പറ്റി കൂടുതൽ വിശദീകരണം ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്ന് നബി തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഈ പറഞ്ഞതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ കടക്കണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? വിശുദ്ധമായ ഖുർആനിൽ 108 സൂറത്തുണ്ട്. 108 സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. അതായത് 3 ആയത്തുകൾ മാത്രമുള്ളതാണ്. 3 ആയത്തുകൾ മാത്രമുള്ള ഖുർആനിലെ 3 സൂറത്തുണ്ട്. ഒന്ന് സൂറത്തുൽ ആസുർ ആണ്, 2 സൂറത്തുൽ നസ്ർ ആണ്, 3ാമത്തെ സൂറത്തുൽ കൗസർ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കൗസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത്. നമുക്ക് നോദിയാലോ? എല്ലാവരും ഒന്ന് ചോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവേ, വല്ലാത്തൊരു സൂറത്താണ്. ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആസിം ഇബ്നു വാഇൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി, നബി തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ദാക അബ്തർ, ആ പോകുന്നത് മുഹമ്മദാണ്, വെറും മുഹമ്മദല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോകുന്ന മുഹമ്മദാണ്. നബി തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളുണ്ട്. ആൺകുട്ടികൾ 3 പേരും പെൺകുട്ടികൾ 4 പേരുമാണ്. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്ന 4 മക്കളുണ്ട്. അപ്പോൾ ഈ 4 മക്കളും ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയാൽ അവരുടെ വംശം നിലച്ചു പോകും, അവരുടെ വംശം അറ്റുപോകുമെന്നാണ് അറബികൾ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബിതങ്ങൾ അവർ ആ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിശുദ്ധമായ ഖുർആനിൽ നബിതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന അഅ്തൈനാകൽ കൗസർ, നബിയേ താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അനുഗ്രഹമാണ്. അതുപോലെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് താങ്കൾ നിസ്കരിക്കുക, അതുപോലെ തന്നെ ബലികർമ്മം നടത്തുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നബിയെ താങ്കളല്ല വിദ്വേഷം വെച്ചു പുലർത്തുന്നവർ, താങ്കളല്ല വാലറ്റവൻ, അത് മറ്റ് ചില ആളുകളാണ് എന്ന് ആ നബിതങ്ങളെ പരിഹസിച്ച ആളുകൾക്കുള്ള മറുപടിയായി അല്ലാഹു തആല ഖുർആനിൽ ഈ സൂറത്ത് ഇറക്കുകയാണ്. അപ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടം എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ ഈ അത്ഭുത സംഭവങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ മുൻനിർത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ നമ്മുടെ ഹൃദയം ലോലമാകുമെന്നാണ്. നമ്മുടെ ഹൃദയം ഈമാനുള്ളതായി മാറും, കാരുണ്യമുണ്ടാകും, മറ്റുള്ളവരോട് ദേഷ്യവും വാശി, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം കാവൽ കിട്ടാൻ ഈ സൂറത്ത് നിത്യമായി ഓതിയാൽ മതി. ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്, ഉസ്താദ് മക്കൾ നന്നാകുന്നില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പരിചയപ്പെടുന്ന ഈ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഓതിയാൽ നമുക്ക് ഖൈറായ മക്കളുണ്ടാകും. നമുക്കുണ്ടായിട്ടുള്ള മക്കളിൽ അല്ലാഹു തആല സ്വലാഹിയത്ത് നിറച്ചു തരും. മാത്രമല്ല നമുക്ക് ഈ സൂറത്ത് ഓതിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ മൻ ഖറഅഹാ സഖാഹുല്ലാഹു മിൻ അൻഹാരിൽ ജന്ന, സ്വർഗ്ഗത്തിലെ 7 നദികളുണ്ട്. ആ 7 നദികളുണ്ടെന്നൊരു അഭിപ്രായം, സ്വർഗ്ഗത്തിൽ 4 നദിയാണ്, 3 നദി, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ സ്വർഗ്ഗത്തിൽ എത്രമാത്രം നദികളുണ്ടോ ആ നദികളിൽ നിന്നെല്ലാം നല്ല വെള്ളം ഇവനെ കുടിപ്പിക്കപ്പെടും. മാത്രമല്ല അബൂ സഈദ് എന്ന കിതാബിൽ കാണാം, ഒരു മനുഷ്യൻ വിശുദ്ധമായ സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാൽ, ഇത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ സൂറത്തുൽ കൗസർ, അത് നമ്മൾ ഒരു വട്ടം ഓതിയാൽ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ ഓതൽ നിത്യമാക്കി കഴിഞ്ഞാൽ ദുൽഹിജ്ജ 10 അന്ന് ബലി പെരുന്നാളിന്റെ അന്ന് ലോകത്ത് മുഴുവനും അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല ഇത് ഓതുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് നമുക്ക്
നമുക്ക് അബൂ സഈദ് എന്ന് പറയുന്ന ഒരു കിതാബിൽ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, ശബ്ദം കേൾക്കുന്ന ഉപ്പ, നമ്മളൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, ഫർദ് നിസ്കരിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്, ഫർദാവട്ടെ സുന്നത്താവട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ, സുന്നത്താവട്ടെ ഫർദാവട്ടെ, ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു റക്അത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഏത് സൂറത്ത് ഓതണം? ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ ഒന്ന് ഓതി നോക്കുക, സൂറത്തുൽ കൗസർ ഓതി നോക്കുക. അതല്ലാത്ത സമയത്ത് നമ്മൾക്ക് ഈ സൂറത്തുൽ കൗസർ ഇങ്ങനെ ആവർത്തിച്ച് ഓതിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം നമുക്കുണ്ടാകും, മുത്തുനബിക്ക് നമ്മളോട് നല്ലൊരു ബന്ധമുണ്ടാകുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആ മുത്തായ ഹബീബിനോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് ഇനി സൂറത്തുൽ കൗസർ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ആ സൂറത്തുൽ കൗസർ ഓതി മുഴുവൻ നേട്ടങ്ങളും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ദുആ വസിയത്ത് പറയുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആരക്കോയാൻ അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും പ്രശ്നങ്ങളും മാറ്റി അല്ലാഹുവെ പടച്ചവനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസോടുകൂടി മുത്തുനബി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.